ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹിജാസിന്റെ ചൂടേറിയ മരുഭൂമിയിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞ രാത്രികളിൽ ഒരു രഹസ്യം ജനിച്ചു. അല്ലാഹുവിന്റെ ഏറ്റവും മഹത്തായ നാമം അൽ ഇസ്മുൽ ആസം. ഒരൊറ്റ നാമം, ഒരൊറ്റ വാക്ക്. അത് ഉച്ചരിച്ചാൽ ആകാശം തൊടുന്ന പ്രാർത്ഥനകൾ, ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ പ്രകാശത്തിൽ മുങ്ങുന്ന നിമിഷങ്ങൾ. പക്ഷേ ആ നാമം ആരറിഞ്ഞു? പ്രവാചകന്മാർക്കും ഔലിയാക്കൾക്കും മാത്രമല്ലേ അത് അറിയൂ എന്ന് നാം കേട്ടിട്ടുണ്ട്. ഇന്നും കേരളത്തിന്റെ മണ്ണിൽ സ്വലാത്തുകളിൽ ആ രഹസ്യം മന്ത്രിച്ചു കേൾക്കുന്നു. ഇന്ന് നമ്മൾ ആ മരുഭൂമിയിലേക്ക് തിരിച്ചു പോകുന്നു. ഹദീസുകളുടെ വെളിച്ചത്തിൽ സൂഫി ഹൃദയങ്ങളുടെ ആഴത്തിലേക്ക്, ഈ മഹത്തായ നാമത്തിന്റെ ഗൂഢതയിലേക്ക് ഒരു യാത്ര. ഖുർആൻ ഷരീഫിന്റെ താളുകൾ തിരിച്ചു നോക്കുമ്പോൾ ആ നാമം മറഞ്ഞിരിക്കുന്നു. സൂറത്തുൽ ബഖറ, ആൽ ഇമ്രാൻ, താഹ, ഈ സൂറത്തുകളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് ഒരു മഹത്തായ നാമമുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം നൽകും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുയിൽ നിന്നുള്ള ഹദീസ് നമ്മോട് പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് നിസ്കരിക്കുകയും തുടർന്ന് ഈ ദുആ നിർവഹിക്കുകയും ചെയ്തു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻതൽ മന്നാൻ ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരോട് ചോദിച്ചു, അദ്ദേഹം എന്താണ് ചോദിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? അവർ പറഞ്ഞു, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് അത് കൂടുതൽ അറിയാവുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ സത്യം. അല്ലാഹുവിന്റെ അലിസ്മുൽ ആദം കൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. ആ നാമം ഉപയോഗിച്ച് അല്ലാഹുവോട് പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും. മറ്റൊരു ഹദീസിൽ ബുറൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അഷ്ഹദു അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത് അൽ അഹദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ഒരാൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ ഏത് നാമം കൊണ്ട് ചോദിച്ചാലാണോ അവൻ ഉത്തരം നൽകുന്നത്, ആ മഹത്തായ നാമം അൽ ഇസ്മുൽ ആസം മുഖേനയാണ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അബൂദാവൂദ്, തിർമീദി. തൗഹീദിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു ഏകനാണെന്നും അവൻ എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനാണെന്നുമുള്ള സത്യങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത. ആയത്തുൽ കുർസിയിലെ അൽ ഹയ്യുൽ ഖയ്യൂം, സൂറത്തുൽ ഇഖ്ലാസിലെ അല്ലാഹു സമദ്, ഇവയെല്ലാം ആ മഹാനാമത്തിന്റെ പ്രകാശമാണ്. എങ്ങനെ ഈ നാമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം? ആദ്യം വുദു എടുക്കുക, ഖിബ്ലയിലേക്ക് മുഖം തിരിക്കുക. തുടക്കത്തിലും അവസാനത്തിലും ദുറൂദ് ഷരീഫ്, പിന്നെ ഹൃദയത്തോട് ചേർത്ത് ഈ വചനം, യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസ് ഓതുക. ഈശ, നമസ്കാരത്തിന് ശേഷം 300 തവണ, ഫജ്റിന് ശേഷം 700 തവണ, തഹജ്ജുദിലെ ഏകാന്തതയിൽ ആവർത്തിച്ച്. ധനം, ബറകത്ത്, പ്രശ്നപരിഹാരം, വിവാഹം, രോഗശമനം, ഏത് ഹാജത്തിനും. പക്ഷേ ഓർക്കുക, ലോകസുഖത്തിനല്ല, അല്ലാഹുവിന്റെ സാമീപ്യത്തിനു വേണ്ടിയാണ് ഈ പ്രാർത്ഥന. ക്ഷമയോടെ ഹലാൽ ജീവിതത്തോടൊപ്പം തുടരുക, അപ്പോൾ അല്ലാഹു ഉത്തരം നൽകും. എന്തുകൊണ്ട് ഈ നാമം ഇത്രയും ഗൂഢമാണ്? അല്ലാഹു തന്നെ തന്റെ ഏറ്റവും മഹത്തായ നാമം പൂർണ്ണമായി മറച്ചുവെക്കുന്നു. കാരണം അത് മനുഷ്യഹൃദയത്തിന്റെ ആഴത്തിലാണ് വസിക്കുന്നത്. ഭൂരിപക്ഷം ഉലമാക്കൾ പറയുന്നത് അല്ലാഹു തന്നെയാണ് അലിസ്മുൽ ആസം എന്നാണ്. കാരണം അത് എല്ലാ ഗുണനാമങ്ങളെയും ഉൾക്കൊള്ളുന്നു. ചിലർ യാ ഹയ്യു യാ ഖയ്യൂം എന്നു പറയുന്നു. പക്ഷേ യഥാർത്ഥ ഗൂഢത വാക്കിലല്ല, ഹൃദയത്തിന്റെ ശുദ്ധതയിലാണ്. ലോകാസക്തി ഉപേക്ഷിക്കാതെ, ക്ഷമയില്ലാതെ ആ നാമം ലഭിക്കില്ല. അത് അല്ലാഹുവിന്റെ കരുണയാണ്, ദുർപ്രയോഗം ചെയ്യാതിരിക്കാൻ. സൂഫി മഹാന്മാർ ഈ ഗൂഢതയെ കഥകളിലൂടെ പഠിപ്പിച്ചു. ഈജിപ്തിലെ ദുന്നൂൻ അൽ മിസ്രി റളിയല്ലാഹു അൻഹുയുടെ ശിഷ്യൻ യൂസുഫ് ബിൻ ഹസൻ ഗുരുവിനോട് അസം ആദഹം ചോദിച്ചു. ഗുരു ഒരു പാത്രം തന്നു, അതിനുള്ളിൽ ഒരു ചെറിയ എലി. യൂസുഫ് വഴിയിൽ പാത്രം തുറന്നു, എലി ഓടിപ്പോയി. തിരിച്ചു വന്നപ്പോൾ ഗുരു പറഞ്ഞു, ഒരു ചെറിയ എലിയെപ്പോലും സൂക്ഷിക്കാൻ കഴിയാത്ത നിനക്ക് അല്ലാഹുവിന്റെ മഹത്തായ നാമം എങ്ങനെ ഏൽപ്പിക്കും? ക്ഷമയും വിശ്വസ്തതയും ഇല്ലാതെ ആ നാമം ലഭിക്കില്ല എന്നതായിരുന്നു പാഠം. മറ്റൊരു ദിവസം ഇബ്നു അറബി റളിയല്ലാഹു അൻഹുയുടെ ശിഷ്യൻ ചോദിച്ചു. ഗുരു പറഞ്ഞു, അലിസ്മുൽ ആസം പഠിക്കുന്നതല്ല, മനസ്സിലാക്കുന്നതാണ്.
നിന്റെ ഹൃദയം അല്ലാഹുവിനോട് പൂർണ്ണമായി ലയിക്കുമ്പോൾ ആ നാമം സ്വയം ഉണരും. വർഷങ്ങൾക്ക് ശേഷം ശിഷ്യൻ തിരിച്ചു വന്നപ്പോൾ ഗുരു പറഞ്ഞു, ഇപ്പോൾ നിനക്ക് ആ നാമം ലഭിച്ചിരിക്കുന്നു. ഈ ഗൂഢതയിലേക്കുള്ള വഴി ധ്യാനമാണ്. വുദൂവോടെ ഗിബ്ലയിലേക്ക് മുഖം തിരിച്ചിരുന്ന് ഹൃദയത്തോട് ചേർത്തോതുക യാ ഹയ്യു യാ ഖയ്യൂം 300 തവണ. ശ്വസനവുമായി ബന്ധപ്പെട്ട് അല്ലാഹ് എന്ന് ഹൃദയത്തിൽ ധ്യാനിക്കുക. മുരാഖബയിൽ കണ്ണടച്ച് ഹൃദയത്തിൽ അല്ലാഹു എന്ന് ദൃശ്യമാക്കുക. ദുറൂദും ഇസ്തിഗ്ഫാറും ഖുർആൻ പാരായണവും ഒപ്പം ചേർക്കുക. ക്ഷമയോടെ ദിവസങ്ങൾ തുടരുമ്പോൾ ഹൃദയം ശുദ്ധമാകും. ആ നാമം അകത്തുനിന്നുണരും. അതൊരു വാക്കല്ല, ഒരു അവസ്ഥയാണ്. അല്ലാഹുവോടുള്ള പൂർണ്ണ സമർപ്പണം. ഇസ്മ ആദം ഒരു രഹസ്യമല്ല, ഹൃദയത്തിന്റെ യാത്രയാണ്. മരുഭൂമിയിലെ ആ നക്ഷത്രരാത്രികൾ ഇന്നും നമ്മെ വിളിക്കുന്നു, യാ ഹയ്യു യാ ഖയ്യൂം. നിന്റെ കരുണയിൽ ഞങ്ങൾ സഹായം തേടുന്നു. ഹൃദയശുദ്ധിയോടെ, ക്ഷമയോടെ, സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുക. അല്ലാഹു ഉത്തരം നൽകും. ആ മഹത്തായ നാമം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശമാകട്ടെ. അല്ലാഹു അക്ബർ. ഇസ്മുൽ ആലമിന്റെ പ്രധാന രൂപങ്ങൾ. ഉലമാക്കളുടെ അഭിപ്രായം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസിയിൽ നിന്ന്. അല്ലാഹു അഹദുസ് സമദ് സൂറത്തുൽ ഇഖ്ലാസിൽ നിന്ന്. യാ ഹയ്യു യാ ഖയ്യൂം അല്ലെങ്കിൽ സൂറത്തു താഹയിലെ അൽ ഹയ്യുൽ ഖയ്യൂം ഭാഗം. ഇവയെല്ലാം ദുആകളിൽ ഉപയോഗിക്കാം. പ്രാർത്ഥനാരീതികൾ ശുദ്ധതയും സമയവും. വുദൂ എടുത്ത് ഖിബ്ലയിലേക്ക് മുഖം തിരിച്ച് ഏകാന്തമായ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഫജ്ർ, ഇശ, തഹജ്ജുദ് സമയങ്ങൾ ഏറ്റവും ഉത്തമം. ഹൃദയം അല്ലാഹുവിനോട് പൂർണ്ണമായി തിരിയുക, ലോകസുഖങ്ങൾക്കല്ല, അവന്റെ സാമീപ്യത്തിനു വേണ്ടി. ദുറൂദ് ഷരീഫ് കൂടെ ചേർക്കുക. തുടക്കത്തിലും അവസാനത്തിലും 7, 10 അല്ലെങ്കിൽ 11 തവണ ദുറൂദ് ചൊല്ലുക. അതായത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് തുടങ്ങുന്ന സ്വലാത്ത്. ഇസ്മുൻ ആദം ഓതൽ. അല്ലാഹു സമദ് അല്ലെങ്കിൽ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് ആവർത്തിച്ചോതുക. ദൈനംദിനം 100, 300, 700 തവണ വരെ ആവശ്യാനുസരണം, ക്ഷമയോടെ. പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള രീതികൾ, ഉദാഹരണങ്ങൾ. പൊതുവിജയം, ഭാഗ്യം. ഇശ നമസ്കാരത്തിനു ശേഷം ദുറൂദ് 10 തവണ, തുടക്കം പ്ലസ് അവസാനം. മധ്യേ അല്ലാഹു സമദ് 300 തവണ, 14 ദിവസം. ധനം, ബർഗത്ത്. ഇശ ശേഷം ദുറൂദ് 7 തവണ, അല്ലാഹു സമദ് 700 തവണ. ജോലി, ബിസിനസ്. ഫജ്ർ ശേഷം ദുറൂദ് 10 തവണ, അല്ലാഹു സമദ് 400 മുതൽ 1000 വരെ തവണ, ആവശ്യമനുസരിച്ച്. വിവാഹം, പ്രശ്നപരിഹാരം. ദുറൂദ് പ്ലസ് അല്ലാഹു സമദ് 600 തവണ പ്ലസ് ഇസ്തിഗ്ഫാർ 100 തവണ. ഒരു ശക്തമായ ദുആ, ഹദീസ് അടിസ്ഥാനത്തിൽ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അഷ്ഹദു അന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത് അൽ അഹദു സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ശേഷം നിന്റെ ആവശ്യം ചേർത്ത് പ്രാർത്ഥിക്കുക. പ്രധാന മുന്നറിയിപ്പുകൾ. ഫലം അല്ലാഹുവിന്റെ ഇച്ഛയനുസരണം മാത്രം. ക്ഷമയോടെ തുടരുക. ഹറാമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. നമസ്കാരം, ഖുർആൻ പാരായണം, ഹലാൽ ജീവിതം എന്നിവയോടൊപ്പം ചെയ്യുക. സൂഫി പരമ്പരകളിൽ ഗുരുവിന്റെ മാർഗനിർദ്ദേശപ്രകാരം ചെയ്യുന്നത് ഉത്തമം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതിനെയും നിങ്ങൾ കേട്ടതിനെയും സ്വാലിഹായ അമലാക്കി തെരുമാറാവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.